സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഒരുവിധ സ്ഥലത്തൊക്കെ മാനുവലാണ്. എൻ്റെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യുന്ന ആൾ 8 to 10% ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സ്റ്റാറ്റിക്സിന്റെ കണക്ക് പറയുന്നത്. ബാക്കി 90% ആളുകളും ഓട്ടോമേഷൻ എന്ന പരിപാടിയല്ല. സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പോൾ CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ ERP സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുകൾ, ഡിഫറെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുകൾ. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ മറ്റു സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ഷൻ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. എൻഡ് ഓഫ് ദ ഡേ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് ആണ്. കച്ചവടം കൂടിയാൽ മാത്രമേ ബാക്കി എന്തും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ ഇമ്പോർട്ടൻറ്റോട് കൊടുത്തിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ എല്ലാം കൊളാപ്സ് ആവും. ക്യാഷ് ഫ്ലോക്ക് ഇന്ന് വന്നാൽ മാത്രമേ ഔട്ട് നമുക്ക് ഹാപ്പിയായി കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് വരുന്ന തടസ്സമായി കഴിഞ്ഞാൽ എന്താണ് മൊത്തം പ്രശ്നമാണ്. മിക്ക സമയത്തും അധിക കമ്പനികളിലും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒരു സ്ലോ ആക്കലാണ്. അപ്പൊ അവർ പറയാൻ അടുത്ത് ബഡ്ജറ്റ് ഇല്ല, ഇപ്പൊ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഒന്നും കണ്ടിട്ടില്ല. സെയിൽസ് ശ്രമിക്കും, പക്ഷെ അവിടെ സെയിലും കിട്ടില്ല. ആക്ച്വലി 80-20 റൂളാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്നുള്ളതാണ്. അതിൽ 80 മാർക്കറ്റിംഗും ബാക്കി 20% മാത്രമാണ് സെയിൽസ് വരുന്നത്. പ്രൊഡക്റ്റിന്റെ സർവീസ് അതിന്റെ ബെനിഫിറ്റ് പറഞ്ഞ് പാട്ടുപാടി റീൽസുകളും വീഡിയോസും പോസ്റ്റ് ഇട്ട ഒരു കാര്യമില്ല. നേരെ മറിച്ച് 80% വാല്യൂസ് കൊടുക്കുക, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വാല്യൂസ് കൊടുക്കുക, വാല്യൂസ് പരമാവധി കൊടുക്കുക. പിന്നെ 20% മാത്രം നമ്മൾ സെയിൽ നടത്തിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു അപ്രോച്ചിൽ നീങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ റവന്യൂ കിട്ടുന്നതിന് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്.